വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട കെമിസ്ട്രിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയക്കാരുടെ മാത്രമല്ല മലയാളത്തിലും ആൻസർ പറയുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് എയർ? എയറിന് യോജിക്കുന്ന, അതായത് ട്രൂ ആയിട്ടുള്ള കാര്യം ഇതിൽ പറയുന്നതിൽ ഏത് ഫീച്ചറാണുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതിൻ്റെയൊക്കെ? സോളിഡും ലിക്വിഡും പിന്നെ ഗ്യാസും. ഗ്യാസിൽ വരുന്നതാണ് എന്ത്? എയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എയറുമായി ബന്ധപ്പെട്ട് ശരിയായ കാര്യം ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കണേ. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹാസ് ഷേപ്പ് ഉണ്ട്, ഹാസ് വെയിറ്റ് ഉണ്ട്, ഹാസ് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, നീഡ് സ്പേസ് ടു ഒക്യുപ്പൈ, സ്പേസ് വേണം, അതിന് ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എയറുമായി ബന്ധപ്പെട്ടത് ഹാസ് ഷേപ്പ്, ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹാസ് ഡെഫിനിറ്റ് വോളിയം, അതും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നീഡ് സ്പേസ് ടു ഒക്യുപ്പൈ, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഏതാണ് ശരിയായത്? ഹാസ് വെയിറ്റ്. അപ്പോൾ അതാണ് എയറുമായി റിഗാർഡ് ചെയ്യുന്ന ട്രൂ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഹൈഡ്രജൻ ആൻഡ് ഡാഷ് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഷുഗർ. ഷുഗറിൽ കാണുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഏതാണ്? ഹൈഡ്രജൻ. വേറെ ഏതൊക്കെയാണ്? കാർബണും പിന്നെ ഓക്സിജനും. ഇതാണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഷുഗർ. ക്ലിയർ ആണല്ലോ? ഹൈഡ്രജനിൽ ഷുഗറിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരുന്നത്. നമുക്കറിയാം അല്ലേ? ഫോട്ടോസിന്തസിസിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ്? 6CO2 പ്ലസ് എന്താണ്? 6H2O. 6CO2 പ്ലസ് 6H2O ഗീവ്സ് എന്താണ്? 6 കാർബൺ ഡൈ ഓക്സൈഡും H2O, 6 H2Oയും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വന്നെ? C6. ഇത് എന്തിൻ്റെ ബേസിലാണ് വരിക? സൺലൈറ്റ് അല്ലേ? സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് H2Oയും തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? C6 H12 O6 പ്ലസ് എന്തുണ്ടാവും? 6O2. കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ H2Oയും തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവും? C6 H12 O6 അല്ലേ? പ്ലസ് 6O2. ഇതാണ് എന്തിൻ്റെ? ഫോട്ടോസിന്തസിസിൻ്റെ കെമിക്കൽ ഇക്വേഷൻ. ബി ക്വസ്റ്റ്യൻ അല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡു യു മീൻ ബൈ മെറ്റാലിക് ക്ലസ്റ്റർ? എന്താണ് മെറ്റാലിക് ക്ലസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ് മെറ്റാലിക് ക്ലസ്റ്റർ? മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ദ ന്യൂലി ഫോംഡ് സർഫസ് ഓഫ് metals when cut has shining appearance. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റാലിക് വസ്തുക്കൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു കുറച്ച് നേരത്തേക്ക് നല്ല തിളക്കം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു കത്തി എടുത്തിട്ട് ആ കത്തി മുറിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡ് എടുത്തിട്ട് ആ ഗോൾഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആ മുറിച്ച ഭാഗത്ത് എന്തുണ്ടാവും? നല്ല തിളക്കം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ തിളക്കം എന്ത് ചെയ്യും? മങ്ങിപ്പോവും. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെറ്റലിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സർഫസിലുണ്ടാകുന്ന ആ ഷൈനിങ് അപ്പിയറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു മെറ്റലിനെയും നമ്മളങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ഷൈനിങ് അപ്പിയറൻസ് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ, സോളിഡ് സബ്സ്റ്റൻസ്. ഇൻ വിച്ച് ഓഫ് ദം ദ പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ? ലൈറ്റിൻ്റെ ബീം ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ ആവുന്നത്, പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ ആവുന്നത് ഇതിൽ ഏതിലാണ്? കൊളോയിഡ്.
ഏതിലാണ്? കൊളോയിഡ്. നമ്മൾ പാലിൻ്റെയൊക്കെ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്. ഇൻ വിച്ച് ഓഫ് ദം സ്കൂളിൽ നിങ്ങൾ ആ എക്സ്പെരിമെൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇൻ വിച്ച് ഓഫ് ദം ദ പാത്ത് ഓഫ് എ ബീം ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ, അല്ലേ? അപ്പോൾ ഏതാണ്? കൊളോയിഡ്. 6th question. Centrifugation is a method of separating the components from a mixture. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഫ്രം എ മിക്സർ. ഒരു മിക്സറിൽ നിന്ന് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഇൻ ദിസ് മെത്തേഡ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബേസിസ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഇൻ ദിസ് മെത്തേഡ്? ഈ മെത്തേഡ് വഴി എന്താണ് സെപ്പറേറ്റ് ചെയ്യാനുള്ള കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യാനുള്ള ബേസിസ് എന്താണ് എന്നാണ് ചോദിച്ചത്. എന്തായിരിക്കും അതിൻ്റെ വെയിറ്റ്? പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റാണ്, അല്ലേ? ഒന്ന് വെയിറ്റ് കുറഞ്ഞതും ഒന്ന് വെയിറ്റ് കൂടിയതുമായിരിക്കും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതേണ്ടത്? ദ ഡിഫറൻസ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ക്യാരക്ടറിനകത്ത് എന്താ വേണ്ടത്? ദ ഡിഫറൻസ് ഇൻ വെയിറ്റ്. weight of the constituent parts. അതായത് ഡിഫറെൻറ്റ് വെയിറ്റ് ഉള്ളതിൽ മാത്രമേ നമുക്ക് എന്ത് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിന് എന്തായിരിക്കണം? ഒന്നിന് ഹയർ മാസും ഒന്നിന് ലോവർ മാസും ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെൻട്രിഫ്യൂഗേഷൻ എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ മിക്സറിൽ നിന്ന് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞത് ഏതാണ്? ദ ഡിഫറൻസ് ഇൻ വെയിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഈസ് സെൻട്രിഫ്യൂഗേഷൻ ക്യാരിഡ് ഔട്ട്? എങ്ങനെയാണ് സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നത്? എങ്ങനെയാണെന്ന് നോക്കാം. The liquid containing the sample is taken in a test tube and is rotated above the central point in the instrument. എന്താണ് ചെയ്യുന്നത്? നമ്മൾ സാമ്പിൾ അടങ്ങിയിട്ടുള്ള ലിക്വിഡ് കണ്ടെയ്നിങ് ദ സാമ്പിൾ അടങ്ങിയിട്ടുള്ള ലിക്വിഡ് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ഇൻസ്ട്രുമെൻറ്റിൻ്റെ, അതായത് സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യിക്കും. ദ പാർട്ടിക്കിൾ വിത്ത് ഹയർ മാസ് ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് മൂവ് എവേ ഫ്രം ദ സെൻറ്റർ. അപ്പോൾ ഹയർ മാസ്സുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് സെൻറ്ററിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ദൂരേക്ക് പോകും. ആൻഡ് പാർട്ടിക്കിൾസ് ഓഫ് ലോവർ മാസ് ഉള്ളത് എന്ത് ചെയ്യും? മാസ് കുറഞ്ഞത് എന്ത് ചെയ്യും? സെൻറ്ററിലേക്ക് ക്ലോസ് ചെയ്ത് വരും. നമുക്ക് അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളിങ്ങനെ പണ്ട് വെണ്ണ എടുക്കില്ലേ, ഇങ്ങനെ കടകോലൊക്കെ ഇട്ട് വെണ്ണ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി എടുക്കുന്ന പ്രോസസ്സില്ലേ, അതിലിങ്ങനെ സെൻറ്ററിലേക്ക് അതിങ്ങനെ ലോവർ മാസ് ഉള്ളത് എന്ത് ചെയ്യും? കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മുടെ സാമ്പിൾ അടങ്ങിയിട്ടുള്ള ലിക്വിഡ് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഇട്ടിട്ട് അതെന്ത് ചെയ്യും? സെൻട്രിഫ്യൂഗ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്റർ പാർട്ടിലേക്ക് വയ്ക്കും. അതിനുശേഷം അത് റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പോൾ ഹയർ മാസ് ഉള്ളത് സെൻറ്ററിൽ നിന്ന് അകന്നു പോവുകയും ലോവർ മാസ് ഉള്ളത് അടുത്തടുത്ത് വരികയും ചെയ്യുന്നു. അതിനാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. 7th question. Ca plus HCl gives CaCl2 plus H2. The given equation is not balanced. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് എന്തല്ല എന്നാ പറഞ്ഞേനെ? ബാലൻസ്ഡ് അല്ല. വാട്ട് ഈസ് മെൻ ബൈ ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ? എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ്റെ ബാലൻസിങ് എന്ന് പറയുന്നത്? ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ സി ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ്? സി എ. ഇവിടെ എത്ര സി എ ഉണ്ട്? ഒരു സി എ ഉള്ളൂ. രണ്ട് സ്ഥലത്തും ഒരു സി എ, ഒരു കാൽസ്യം മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അവിടെ ആറ്റത്തിൻ്റെ എണ്ണം സെയിം ആണ്. അടുത്തതിൽ നോക്കൂ, സി എൽ. അടുത്തതിൽ സി എൽ നോക്കൂ. സി എൽ ക്ലോറിൻ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ എത്ര എണ്ണം ഉള്ളൂ? 1 എണ്ണം ഉള്ളൂ. അപ്പോൾ അതെന്താണ്? ആ ആറ്റത്തിൻ്റെ നമ്പർ എന്തല്ല? സെയിം അല്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസിങ് ആക്കണം. അതായത് സെയിം നമ്പർ കൊടുത്ത് ബാലൻസിങ് ആക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത്
to make the number of atoms of the same substance equal on both sides of the equation. ഇക്വേഷൻ്റെ രണ്ട് സൈഡിലുമുള്ള സബ്സ്റ്റൻസിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആക്കുക. കാൽസ്യത്തിൻ്റെയും ഇവിടുത്തെ രണ്ട് കാൽസ്യത്തിൻ്റെയും ആറ്റംസിൻ്റെ നമ്പർ സെയിം ആക്കുക, ക്ലോറിൻ്റെ രണ്ടിൻ്റെയും സെയിം ആക്കുക, ഹൈഡ്രജൻ്റെ രണ്ട് സ്ഥലത്തും സെയിം ആക്കുക. രണ്ട് സ്ഥലത്തും ഈക്വൽ എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് വരിക ഇക്വേഷനിൽ. അതാണ് ഒരു സെയിം സബ്സ്റ്റൻസിൻ്റെ കേട്ടോ. ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ ഇവിടെ രണ്ട് ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെയും രണ്ടാക്കണം, അവിടെയും രണ്ടാക്കണം. അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും ഒരേപോലെയുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി ഗിവൻ റിയാക്ഷൻ. താഴെ കൊടുത്തേക്കുന്ന റിയാക്ഷൻ്റെ ബാലൻസിങ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. രണ്ട് സ്ഥലത്തും കാൽസ്യം സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, മാറ്റേണ്ടതില്ല അല്ലേ. നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ തന്നെ നമുക്ക് അങ്ങോട്ട് എഴുതിയേക്കാം. ഗീവ്സ് CaCl2 + H2. രണ്ട് സ്ഥലത്തും കാൽസ്യം സെയിം ആണ്. അപ്പോൾ നമുക്ക് കാൽസ്യത്തിനെ മാറ്റേണ്ടതില്ല. അപ്പോൾ Ca+. പക്ഷേ ഇവിടെ ഹൈഡ്രജൻ രണ്ടാണ്, ഇവിടെ ഹൈഡ്രജൻ എത്രയേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെയും എന്താക്കണം, ബാലൻസ്ഡ് ആക്കണം അല്ലേ. ഇവിടെ രണ്ട് ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആക്കി മാറ്റി 2HCl. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ഇതിന് മാത്രമല്ല കിട്ടിയത്, ക്ലോറിനും കിട്ടി. ഇവിടെ എന്താണ്, ക്ലോറിന് രണ്ടായിരുന്നു, ഇവിടെ ക്ലോറിന് ഒന്നുള്ളായിരുന്നു. പക്ഷേ ഇവിടെ രണ്ടിടുമ്പോൾ എന്താണ്, ക്ലോറിന് ഇവിടെയും രണ്ട് കിട്ടുക. ഇങ്ങനെ ഫ്രണ്ടിലിട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടിനും ബാധകമാണ് കേട്ടോ. ഹൈഡ്രജനും ബാധകമാണ്, Clനും ബാധകമാണ്. അപ്പോൾ രണ്ട് ഹൈഡ്രജനും ഇവിടെ കിട്ടി, Clലും കിട്ടി. അപ്പോൾ ഗീവ്സ് നമുക്ക് എങ്ങനെ എഴുതാം, CaCl2 + H2. ക്ലിയർ ആണോ? ഇപ്പോൾ രണ്ട് സ്ഥലത്തും ഹൈഡ്രജൻ രണ്ടെണ്ണമായി, ക്ലോറിനും രണ്ടെണ്ണം വീതമായി. ഈ ക്ലോറിന് ഈ ഫ്രണ്ടിൽ എഴുതിയേക്കണ ക്ലോറിൻ ഇതിനും ബാധകമാണ്. അപ്പോൾ ക്ലോറിന് ഇവിടെ രണ്ടെണ്ണമായി, ഇവിടെയും രണ്ടെണ്ണമായി. അപ്പോൾ ഇതാണ് ശരിയായ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. 8th question. Set up the apparatus as shown in the figure. Pass electricity through the circuit by putting the switches in the on position. Write your observation in the given situation. അതായത് ഇതൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് തന്നിരിക്കുന്നത്. കാർബൺ റോഡുണ്ട്, കോപ്പർ സൾഫേറ്റും വെച്ചിട്ട് ഒരു പിക്ചർ തന്നിരിക്കുകയാണ് അല്ലേ. നോക്കാം. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ. ദ കളർ ഓഫ് ദി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേജ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലും ഫൈനൽ സ്റ്റേജിലുമുള്ള കളർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനിഷ്യൽ സ്റ്റേജിലും ഫൈനൽ സ്റ്റേജിലുമുള്ള കളറുകൾ? കോപ്പർ സൾഫേറ്റിൻ്റെയാണ് കേട്ടോ. അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ എന്തായിരിക്കും, ഇനിഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ സൊല്യൂഷൻ്റെ കളർ എന്തായിരിക്കും, ബ്ലൂ ഇൻ കളറായിരിക്കും. വെൻ കറണ്ട് ഈസ് പാസ്ഡ്, ഇനിഷ്യൽ സ്റ്റേജിൽ എന്തായിരിക്കും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ്, ബ്ലൂ ഇൻ കളറാണ്. വെൻ കറണ്ട് ഈസ് പാസ്ഡ്, കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കറണ്ട് ഈസ് പാസ്ഡ് ദ ബ്ലൂ കളർ gradually fades and finally the solution become colorless. എന്താ സംഭവിക്കുന്നത്, ഇനിഷ്യൽ സ്റ്റേജിൽ ആ സൊല്യൂഷൻ്റെ കളറ് ബ്ലൂ കളറായിരിക്കും. എന്ത് കളറായിരിക്കും, ബ്ലൂ കളറായിരിക്കും. കറണ്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ വെൻ കറണ്ട് ഈസ് പാസ്ഡ് ദ ബ്ലൂ കളർ ഗ്രാജുവലി ഫെയ്ഡ്സ്.
ആ ബ്ലൂ കളർ പതുക്കെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ കളർ പതുക്കെ ഗ്രാജുവലി ആയിട്ട് എന്ത് ചെയ്യും, ഫെയ്ഡായി മങ്ങി വരും. ആൻഡ് ഫൈനലി ദ സൊല്യൂഷൻ ബിക്കം കളർലെസ്. ഫൈനലി ആ സൊല്യൂഷൻ കളറില്ലാതെയായിട്ട് മാറും. കളർ ഫെയ്ഡായി വന്ന് ഇത് കളർ മങ്ങി വന്ന് അവസാനം കളറില്ലാത്ത സൊല്യൂഷനായിട്ടത് മാറും. ക്ലിയർ ആണല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ അടുത്ത സിറ്റുവേഷൻ നോക്കാം നമുക്ക്. ബി ക്വസ്റ്റ്യനിൽ ഓൺ ദ കാർബൺ റോഡ് യൂസ്ഡ് ആസ് എ നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഓൺ ദ കാർബൺ റോഡ് യൂസ്ഡ് ആസ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. കാർബൺ റോഡാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ, കാർബൺ റോഡാണ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് സിറ്റുവേഷനിൽ സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബി ക്വസ്റ്റിൻ്റെ ആൻസർ എന്തായിരിക്കും? നമ്മളെങ്ങനെ എഴുതും? ദ കോപ്പർ റോഡ് യൂസ്ഡ് ആസ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഗെറ്റ്സ് എ ഡെപ്പോസിറ്റ് ഓഫ് കോപ്പർ. ഡെപ്പോസിറ്റ് ഓഫ് കോപ്പർ. അതായത് അവിടെ എന്ത് സംഭവിക്കും, കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായത്? കോപ്പർ റോഡ് യൂസ്ഡ് ആസ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് കോപ്പർ യൂസ് ചെയ്യുമ്പോൾ ഗെറ്റ്സ് ഡെപ്പോസിറ്റ് ഓഫ് കോപ്പർ. അവിടെ എന്തുണ്ടാവും, കോപ്പർ ഡെപ്പോസിറ്റ് ആവും. അതായത് അവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും, റെഡിഷ് ബ്രൗൺ ലെയർ ആയിരിക്കും. റെഡിഷ് ബ്രൗൺ ലെയർ ഈസ് ഫോംഡ് ഓൺ ഇറ്റ്. അതായത് അത് കോപ്പർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഫോംഡ് ഓൺ ഇറ്റ്. അവിടെ എന്താണ്, റെഡിഷ് ബ്രൗൺ ലെയർ അവിടെ ഫോം ചെയ്യും. ഈ കോപ്പർ റോഡ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ കോപ്പർ ഡെപ്പോസിറ്റ്, ഗെറ്റ്സ് എ ഡെപ്പോസിറ്റ് ഓഫ് കോപ്പർ. നിങ്ങൾ അത്ര എഴുതിയാലും മതി. എന്താണ്, ഗെറ്റ്സ് എ ഡെപ്പോസിറ്റ് ഓഫ് കോപ്പർ. അതായത് റെഡിഷ് ബ്രൗൺ ലെയർ ഫോംഡ് ഓൺ ഇറ്റ്. അതിൻ്റെ റെഡിഷ് ബ്രൗൺ ലെയർ ഫോം ചെയ്യും. 9th question. What is the difference between the boiling of water in an open vessel and in a pressure cooker? പ്രഷർ കുക്കറിലും പിന്നെ ഓപ്പൺ വെസലിലുമുള്ള ബോയിലിംഗ് ഓഫ് വാട്ടർ. ബോയിലിംഗ് ഓഫ് വാട്ടറിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാണ്. ബോയിലിംഗ് ഓഫ് വാട്ടറിൻ്റെ ഡിഫറൻസ് എന്താണ് പ്രഷർ കുക്കറിലും ഓപ്പൺ വെസലിലും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഡിഫറൻസ്? നമ്മൾ പ്രഷർ കുക്കറിൽ വാട്ടർ ബോയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കൊടുക്കേണ്ടി വരും. ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കൊടുത്താലാണ് എന്ത് ചെയ്യുള്ളൂ, വാട്ടർ ബോയിൽ ആവുള്ളൂ. അതേസമയം ഓപ്പൺ വെസൽസിൽ, അതായത് വേറെ സ്റ്റീൽ പോലെയുള്ള തുറന്ന പാത്രങ്ങളിലൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ അത് 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും, ബോയിലാവും. ഓപ്പൺ വെസലിൽ എങ്ങനെയാണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും, ബോയിലാവും. മറ്റേത് എന്താണ്, പ്രഷർ കുക്കറിലൊക്കെ 100 ഡിഗ്രിക്ക് മുകളിൽ സെൽഷ്യസിന് മുകളിൽ എന്ത് വേണം, ടെമ്പറേച്ചർ വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ബോയിലിംഗ് പോയിൻറ്റിൻ്റെ റേറ്റും കൂടും. അപ്പോൾ നമുക്ക് എങ്ങനെ അത് എഴുതാം, വാട്ടർ ബോയിൽസ് ഇൻ എ പ്രഷർ കുക്കർ at a temperature above 100 degrees Celsius. In the open vessel, it boils at 100 degree Celsius. അതായത് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻക്രീസ് ദ ബോയിലിംഗ് പോയിന്റ്. അതായത് പ്രഷർ കുക്കറിൽ
വാട്ടർ ബോയിൽ ആവാൻ വേണ്ടിയിട്ട് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എന്ത് വേണം? ടെമ്പറേച്ചർ വേണം. എന്നാൽ ഓപ്പൺ വെസലിലാവാൻ വേണ്ടിയിട്ട് ബോയിലാവാൻ വേണ്ടിയിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് മതി. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിൻറ്റും എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 10th question, match the items in column B suitably to that in column A. കോളം എക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കോളം ബിയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ തന്നിരിക്കുന്നത് എന്താണ്? യെല്ലോ മെറ്റാലിക് ലസ്റ്റർ ഏതാണ്? ഗോൾഡ് അല്ലേ? യെല്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്? ഗോൾഡാണ്. രണ്ടാമത്തെ വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്, വളരെ കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ഏതാണ്? മെർക്കുറി. ഏതാണ്? മെർക്കുറി. സ്യൂട്ടബിൾ ടു മേക്ക് ഇലക്ട്രിക്കൽ വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? കോപ്പർ വയർ. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. 4th question, ഹാസ് ലോ ഡെൻസിറ്റി ദാൻ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞത് ഏതാണ്? ലിഥിയം. ഇനി 11th question, റൈറ്റ് ദ നെയിം ഓഫ് 2 നാച്ചുറൽ ഫൈബേഴ്സ്. 2 നാച്ചുറൽ ഫൈബേഴ്സിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നാച്ചുറൽ ഫൈബേഴ്സിന് എക്സാമ്പിൾ എഴുതുക. എന്തൊക്കെയായിരിക്കും? കോട്ടൺ, സിൽക്ക്, വൂള്. ഇതൊക്കെ നാച്ചുറൽ ഫൈബേഴ്സാണ്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 മെറിറ്റ്സ് ഓഫ് മാൻ മെയ്ഡ് ഫൈബേഴ്സ് ഓവർ നാച്ചുറൽ ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സിനെ അപേക്ഷിച്ച് മാൻ മെയ്ഡ് ഫൈബേഴ്സിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഹൈ ഡ്യൂറബിലിറ്റി, വളരെ കാലം നിലനിൽക്കും അല്ലേ? ഹൈ ഡ്യൂറബിലിറ്റി. പിന്നെയോ പിന്നെന്താണ്? ചീപ്പർ, നമുക്ക് വില കുറഞ്ഞൊക്കെ കിട്ടും അല്ലേ? ചീപ്പറാണ്. പിന്നെ ഈസിലി അവൈലബിൾ, പെട്ടെന്ന് ലഭ്യമാകും. ഈസിലി അവൈലബിൾ. നാച്ചുറൽ ഫൈബേഴ്സ് നമുക്ക് എന്തായിരിക്കും? സോഴ്സ് കുറവായിരിക്കും അല്ലേ? ഈസിലി അവൈലബിൾ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ്? ഹൈ ഡ്യൂറബിലിറ്റി, ചീപ്പർ, ഈസിലി അവൈലബിൾ. ഇപ്പോൾ നാച്ചുറൽ ഫൈബേഴ്സിനെ അപേക്ഷിച്ച് മാൻമെയ്ഡ് ഫൈബേഴ്സിനുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. 12th question, റൈറ്റ് ദ ആൻസേഴ്സ് ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സൊല്യൂഷൻസിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് സോലുബിലിറ്റി? എന്താണ് സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ? സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ the amount of a solute in grams required to convert 100 gram of a solvent into a saturated solution at a given temperature. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ 100 ഗ്രാം സൊല്യൂട്ടിനെ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ട സൊല്യൂട്ടിൻ്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? എമൗണ്ട് ഓഫ് സൊല്യൂട്ടാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ, ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം സോൾവെൻറ്റിനെ ലായകത്തെ സാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ട എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണ് എന്തെന്ന് പറയുന്നത്? സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു 100 ഗ്രാം, ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ, ഒരു നിശ്ചിത താപനിലയിൽ, ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഒരു സോൾവെൻറ്റിനെ സാച്ചുറേറ്റഡ് സൊല്യൂഷനാക്കി മാറ്റാൻ വേണ്ട സൊല്യൂട്ടിൻ്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഈ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഒരു
നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ, അതായത് ലായകം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സോൾവൻ്റ് ആണ് കേട്ടോ, സോൾവൻ്റ് വാട്ടർ ആവാം, എന്തും ആവാം അല്ലേ. 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ, അതായത് സാച്ചുറേറ്റഡ് ആക്കാൻ, പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ അളവ്, അതായത് സൊല്യൂട്ടിൻ്റെ അളവാണ്, ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് സോലുബിലിറ്റി. അളവാണ് എന്ത്? സോലുബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോലുബിലിറ്റി, എന്താണ് ലേയത്വം എന്ന് ചോദിച്ചാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ എ ഗ്രാംസ് റിക്വയർഡ് ടു കൺവേർട്ട് 100 gram of a solvent into a saturated solution at a given temperature. അതായത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഒരു 100 ഗ്രാം സോൾവെൻറ്റിനെ സാച്ചുറേറ്റഡ് ആക്കാൻ ആവശ്യമായ സൊല്യൂട്ടിൻ്റെ ഗ്രാമിലുള്ള എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? സോലുബിലിറ്റി. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമത്തിലുള്ള അളവാണ് ലേയത്വം. 13th question. വാട്ട് ഈസ് ഹാർഡ് വാട്ടർ? എന്താണ് ഹാർഡ് വാട്ടർ? ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 13th question ആണ്. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സോപ്പ് നന്നായി പതയാത്ത ജലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? കഠിന ജലമെന്ന് പറയുന്നത്. എന്താണ്? ദ വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഡസ് നോട്ട് ലാദർ ഈസിലി ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോപ്പ് നന്നായി പതയാത്ത ജലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കഠിന ജലം എന്ന് പറയുന്നത്. ഹാർഡ് വാട്ടർ, ദ വാട്ടർ in which soap does not lather easily is called എന്താണ്? ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ. സോപ്പ് നന്നായി പതയാത്ത ജലത്തെയാണ് എന്തെന്ന് പറയുന്നത്? കഠിന ജലമെന്ന് പറയുന്നത്. ഇനി എന്താണ് വാട്ട് ഈസ് മെൻ ബൈ ടെമ്പററി ഹാർഡ്നെസ്? എന്താണ് ടെമ്പററി ഹാർഡ്നെസ്? അതായത് താൽക്കാലികമായ കാഠിന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് ഓഫ് എ വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. നമുക്ക് എന്ത് ചെയ്യാം? ബോയിലിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അതിൻ്റെ ഹാർഡ്നെസ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ദ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. നമുക്ക് ബോയിലിംഗ് ചെയ്ത് അതിൻ്റെ ഹാർഡ്നെസ്സിനെ നമുക്ക് മാറ്റാൻ കഴിയും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ. വിച്ച് സബ്സ്റ്റൻസ് കോസ് ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ? ഇങ്ങനെ വാട്ടറിൻ്റെ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമായ സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? കാൽഷ്യം, മഗ്നീഷ്യം, ബൈകാർബണേറ്റ്. കാൽഷ്യം, മഗ്നീഷ്യം, ബൈകാർബണേറ്റ്സ്. എന്തൊക്കെയാണ്? കാൽഷ്യവും മഗ്നീഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ്സുമാണ് എന്തിന് കാരണം? ഈ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവാൻ കാരണം. ഏതൊക്കെയാണ്? കാൽഷ്യം, മഗ്നീഷ്യം, ബൈകാർബണേറ്റ്. മഗ്നീഷ്യം, ബൈകാർബണേറ്റ്സ്. പിന്നെ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ഈ ബോയിലിംഗ് ചെയ്യുന്നത് കൂടി എന്ത് ചെയ്യാം? നമുക്ക് അതിൻ്റെ ഹാർഡ്നെസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. താൽക്കാലികമായ ഒരു ഹാർഡ്നെസ് മാത്രമാണത്. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് എ വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. ഇനി ഇതിന് കാരണമായ സബ്സ്റ്റൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്?
വാട്ടറിലുണ്ടാവുന്ന കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സ് ആണ് എന്തിന് കാരണം? ഇതിൻ്റെ ഈ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാണ്. ദ പ്രസൻസ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ബൈകാർബണേറ്റ്സ് ഇൻ വാട്ടർ ഗീവ്സ് ടെമ്പററി ഹാർഡ്നെസ്. ഫോളോയിങ് ഇൻ ടു തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോപ്ലാസ്റ്റിക് എന്നും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും ഇതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കോളം വരച്ചിട്ട് എഴുതണം. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. പോളിത്തീൻ എന്ന് പറയുന്നത് എന്താണ്? തെർമോപ്ലാസ്റ്റിക് ആണ്. തെർമോപ്ലാസ്റ്റിക്. ബേക്കലൈറ്റ് എന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഇനി പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്? തെർമോപ്ലാസ്റ്റിക് ആണ്. ഇനി ക്ലോറൈഡ്, പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് തെർമോപ്ലാസ്റ്റിക് ആണ്. മെലാമിൻ എന്ന് പറയുന്നത്, മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് ആണ്. എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഇനി ടെഫ്ലോൺ എന്താണ്? തെർമോപ്ലാസ്റ്റിക് ആണ്. അപ്പോൾ 2 കോളം വരച്ചിട്ട് നിങ്ങൾ തെർമോപ്ലാസ്റ്റിക് എന്നും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും 2 കോളം വരച്ച് തിരിച്ച് എഴുതണം കേട്ടോ. പോളിത്തീൻ എന്ന് പറയുന്നത് തെർമോപ്ലാസ്റ്റിക് ആണ്. ബേക്കലൈറ്റ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് തെർമോപ്ലാസ്റ്റിക് ആണ്. മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഇനി ഫിനോലിക് റെസിൻ എന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് ആണ്. ടെഫ്ലോൺ തെർമോപ്ലാസ്റ്റിക് ആണ് കേട്ടോ. അതുപോലെ ഫിനോളിക് റെസിൻ എന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കും തെർമോപ്ലാസ്റ്റിക്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് നിങ്ങളുടെ കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.